ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് ഹോളി വീക്കാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച ലാസ്റ്റ് കുമ്പസാരം എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരുങ്ങിയിരിക്കുന്ന ഒരു ദിവസമാണ്. നാളെ തുടങ്ങിയിട്ട് നമുക്ക് പള്ളിയിൽ പോകാനുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആണ്ടുകുമ്പസാരം എല്ലാം ചെയ്ത് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന ഒരു ദിവസമാണിത്. എങ്കിലും ഞാനിന്ന് വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊന്നും നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന കുറച്ചധികം പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ കറിയും പുട്ടുമാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഈ കുമ്പസാരത്തിൻ്റെ കാര്യം പറയില്ലേ, കുമ്പസാരം എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ജാതികളിലും ഉണ്ടാകുന്ന എനിക്കറിയില്ല കുമ്പസാരത്തിന് തത്തുല്യമായ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് ഏതായാലും കുമ്പസാരമുണ്ട്. ഈ കുമ്പസാരം ചെയ്താലും ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. കുമ്പസാരം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുമ്പസാരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് വീട്ടിൽ കണ്ടു കഴിയുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ കുമ്പസാരിച്ചിട്ട് വന്നുകൊണ്ടാണ് ക്ഷമിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൻ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് കേട്ടാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് കുമ്പസാരം നടത്തണമെന്ന് നമ്മൾ പറയുന്നത്. കാരണം കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൺട്രോൾ കിട്ടുന്നതാണ്. ഞാൻ കുമ്പസാരിച്ചേക്കണേണ്. ഇനിയിപ്പോൾ കുർബാനൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മളുടെ വായിൽ നിന്നൊന്നും മോശമായൊരു വാക്ക് പോലും വരാതെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ്, അതായത് സമാധാനപരമായ ഒരു അന്തരീക്ഷം വീട്ടിലും സമൂഹത്തിനും സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കുമ്പസാരം വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കുമ്പസാരം മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാതെ എപ്പോഴും വീട് കുമ്പസാരിക്കാറൊന്നുമില്ല. പക്ഷേ ആഴ്ചയിലൊക്കെ കുമ്പസാരിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. പ്രായമായ അമ്മമാരും അപ്പന്മാരും ഒക്കെ ആഴ്ചയിലൊക്കെ കുമ്പസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു ഗ്യാരണ്ടി പീരീഡ് തീരുന്നെന്ന് കണ്ടു കഴിയുമ്പോഴാണ് വീണ്ടും പോയിട്ട് കുമ്പസാരിക്കുന്നതെന്നാണ് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ കുമ്പസാരിച്ച് വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള കുറേ എന്താ പറയുന്നത് നിയന്ത്രണങ്ങൾ നമ്മൾക്ക് കിട്ടും. ആ നിയന്ത്രണങ്ങളിലൂടെ ഒരുപാട് സമാധാനം നമുക്കുണ്ടാകും. പൊട്ടിത്തെറികൾ ഒഴിവാകും, ദേഷ്യപ്പെടലുകൾ ഒഴിവാകും, ചീത്ത വാക്കുകൾ പറയാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ജോലികളെന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലീനിങ് വർക്ക് ഇനിയും കിടക്കുന്നേ. അപ്പോൾ അതൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പയുടേതായ രീതിയിൽ ഒരുപാട് ക്ലീനിങ് ചെയ്യണം. ഒന്നാമത് റോജർ വരുന്ന ദിവസമാണ്, ബുധനാഴ്ച രാവിലെ റോജർ എത്തും. അപ്പോൾ അതിന് മുൻപായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത്, പപ്പക്ക് അങ്ങനെയാണ്. വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ക്ലീനിങ്ങാണ്. അപ്പോൾ പപ്പ ഒത്തിരി ജോലികൾ ചെയ്തിട്ട് മുകളിൽ റോജറിൻ്റെ റൂമിൽ AC അത് ക്ലീൻ ചെയ്യുക, അവിടെ അലമാരുടെ മുകളിലൊക്കെയുള്ള അഴുക്കുകൾ ക്ലീൻ ചെയ്യുക, ഫാൻ തുടക്കുക, പിന്നെ ഡെയിലി ഫ്ലോർ ഡെയിലി തുടക്കുന്നുണ്ടല്ലോ, പിന്നെ ജനലുകളൊക്കെ തുടക്കുക, കുളിമുറി ക്ലീൻ ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പപ്പ ചെയ്തേട്ടാ മോളി. ഞാനൊന്നും പോയി വീഡിയോ എടുക്കാനോ ഒന്നും നിന്നില്ല. കാരണം പപ്പ ഒത്തിരി ഒരുപാട് ജോലികൾ ചെയ്യണം. അതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും അതിനോടൊപ്പം തന്നെ എനിക്ക് കുക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ കുക്കിംഗ് ഉണ്ട്. അതിനോടൊപ്പം തന്നെയുള്ള താഴെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മുകളിലത്തെ കാര്യങ്ങൾ മൊത്തം പപ്പ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേപ്പില കുറച്ച് ഞാൻ അടുത്ത ദിവസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പറിച്ചിട്ട് ഒന്ന് തണ്ടിൽ നിന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വേപ്പില മൊത്തത്തിൽ വെക്കുമ്പോൾ അതിനുള്ളൊരു സ്പേസ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കണേ. എനിക്ക് ശരിക്കും കറിയിലേക്ക് ആ തണ്ടോടുകൂടി ഇങ്ങനെ ഊർത്തിയിടുന്നതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ അങ്ങനെ വെക്കാനായിട്ട് ഉള്ളൊരു സൗകര്യമില്ല. അപ്പോൾ വേപ്പില എപ്പോഴും ഇടുമ്പോൾ ഇങ്ങനെ ഇളകി കിടക്കുന്ന രീതിയിൽ, കാറ്റ് കിടക്കുന്ന രീതി, കാറ്റല്ല ഒരു ഗ്യാപ്പ് വേണം. അടച്ചിങ്ങനെ ഭയങ്കര അമർത്തി നിറച്ച് വെക്കരുത് എന്നാണ് ഉദ്ദേശിച്ചതുപോലെ ഇളകി കിടക്കണം. എന്നാലേ വേപ്പില കുറച്ചധികം ദിവസം നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോരോ ജോലികൾ കഴിഞ്ഞ് ഞാൻ പപ്പയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ അകമൊന്ന് ക്ലീൻ ചെയ്യാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ബെഡ്റൂമിൻ്റെ അകത്ത് എൻ്റെ ചെരുപ്പുകൾ കുറേ അവിടെ 2 ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കണേ. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് എൻ്റെ പുതിയ ഒരു ലോണ്ട്രി ബിന്ന് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെയുള്ള തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ താഴെ നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തില്ലേ, അതുപോലെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പകുതി ഭാഗം മാത്രം പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ അതിങ്ങനെ ക്ലോസ് ആയിരിക്കും, വേഗം നമുക്ക് തുറക്കുകയും ചെയ്യാം. അതിൽ സിബ് പിടിപ്പിച്ചൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല, വെറുതെ ക്ലോസ് ആക്കി വെക്കാൻ പറ്റും, പൊടി വീഴാതിരിക്കാനായിട്ട്. എന്നിട്ട് നമുക്കതിനകത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ, ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും തയ്ച്ച് വെക്കണോ
തോന്നുന്നുണ്ട് എനിക്ക്. എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലതാണിത്. കുട്ടികളുള്ള വീടുകളിലൊക്കെ ടോയ്സ് വെക്കാനും കുട്ടികൾക്ക് എപ്പോഴെപ്പോഴും എടുക്കാനുള്ള ഉടുപ്പുകൾ അലമാരിയിൽ വെക്കാൻ പറ്റാത്തതൊക്കെ ഇതുപോലെയുള്ള ബിന്ന് ഉണ്ടാക്കിയിട്ട് ഈ മൂടി കൂടിയിട്ട് മുകളിൽ ഉണ്ടാക്കണം. താഴത്തെ റൗണ്ട് പോലെ തന്നെ ഒരു റൗണ്ട് കൂടി ഉണ്ടാക്കിയിട്ട് മുകളിൽ അതിൻ്റെ ഒരു വശത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഓപ്പൺ ആയിട്ട് ഇടണം. അപ്പോൾ നമുക്ക് തുറന്ന് അടച്ച് ഒക്കെ വെക്കാനുള്ള ഒരു സൗകര്യം കിട്ടും. അപ്പോൾ ഞാൻ ആ ബിന്നിലാണ് കേട്ടോ ചെരുപ്പുകളെല്ലാം. ചെരുപ്പ് ഞാൻ ഓരോരോ കവറുകളിലൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കാം, തമ്മിൽ പറയാതിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റൂളില്ലേ, ഇതെൻ്റെ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ സ്റ്റൂളാണ്. അത് ഇടാനുള്ള സ്പേസിൽ ഇടാൻ പറ്റില്ല, അവിടെ റൂബിക്ക് കിടക്കണം. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലേക്ക് എടുത്തിട്ടേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ റൂബിയുടെ രോമം കൊള്ള റോളർ ബ്രഷില്ലേ, അത് സ്ഥിരമായിട്ട് എനിക്ക് വേണം. അവിടെ തന്നെ ഞാൻ വെക്കണ കാര്യം. കാരണം നമ്മളെപ്പോഴും ബെഡിൽ അത് വെച്ചിട്ടൊന്ന് വരച്ചിട്ടാണ് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യണത്. നിറയെ രോമം ഉണ്ടാകും അല്ലെങ്കിൽ. അപ്പോൾ റൂബി ബിസ്ക്കറ്റ് തിന്ന് ഇടുന്നതും എല്ലാം നമുക്ക് വേഗം ക്ലീൻ ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സിങ് ടേബിളിൽ ഒക്കെ മാറ്റി ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളഞ്ഞ് അതൊക്കെ ഒന്ന് തുടച്ച് ഗ്ലാസ്സൊക്കെ തുടച്ച് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഓരോ ഷൂസും ചെരുപ്പൊക്കെ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ടിരിക്കും, ഒതുങ്ങിയിരിക്കും, ഒരു ഭംഗിയുമാണ്. നല്ല ഒരു പ്രിൻ്റുള്ള തുണിയൊക്കെ ആണെങ്കിൽ റൂമിന് അതൊരു അലങ്കാരമായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ റൂബിയുടെ കൂടെ അവിടെ ഉള്ളതുകൊണ്ട് അത് ഒന്ന് മുകളിലേക്ക് കയറ്റി വെക്കാനുള്ള ഒരു സൗകര്യമായി. കൂട് മാറ്റാൻ പറ്റില്ല, ബെഡ്റൂമിൽ തന്നെയല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പണ്ട് ഞാൻ മേടിച്ച ഒരു അണ്ടർ ഗാർമെൻസിൻ്റെ ഓർഗനൈസറാണ്. അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രമല്ല, സോക്സുകളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ മേടിച്ചതാണ്. പക്ഷേ ഇത് എനിക്ക് പറ്റണ്ടായിരുന്നില്ല. കാരണം നമ്മൾക്കൊക്കെ ഉള്ള അണ്ടർ ഗാർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടല്ലോ. കുട്ടികളുടേതാണെങ്കിൽ ഇതിനകത്ത് സോക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കും അവരുടെ എല്ലാം. അത് വേഗം വെക്കാൻ പറ്റും. ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇല്ലേ, ചെറിയ പിള്ളേർ, അവരുടെ സാധനങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് ഓർഗനൈസ് ചെയ്യാൻ. നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാനിത് എടുത്ത് മടക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ ആ റൂബിയുടെ കൂടിൻ്റെ മീതയിൽ ഇരുന്ന് ഈ സാധനം അത് ഒന്ന് എടുത്തപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചെന്നില്ല. അപ്പോൾ അതെടുത്തതേ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പോണേ. ഇനി ഇവിടെ താഴെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാനിത് ഉപയോഗിക്കണേ ഇല്ല. പിന്നെ ഇനി അത് വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇതുവരെയും അങ്ങനെ ഒരു ആവശ്യം കണ്ടിട്ടില്ല. ഇതിന് പറ്റിയൊരു ആവശ്യം കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കണേ ഉണ്ടാവും. നല്ല വിലയും ഉണ്ടായിരുന്നത്, വെറുതെ വേസ്റ്റായിപ്പോയി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് തുണികൾ ഇട്ടത് ആയിട്ടുണ്ട്, അത് വിരിക്കണം. അതുകൊണ്ട് വേഗം മറ്റേ തുണികളങ്ങോട്ട് മാറ്റി, 2 ദിവസം മുൻപേ വാഷ് ചെയ്തിട്ട തുണികളാണ് കേട്ടത്. അത് മാറ്റി ഇപ്പോഴത്തേത് വിരിച്ച് അടുത്ത വാഷിങ്ങിനുള്ളത് കയറ്റുകയും ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ജോലികൾ ചെയ്ത് നടക്കുമ്പോഴേ ഇത് കാണുമ്പോൾ നല്ല രസമാണല്ലേ. നമുക്ക് പക്ഷെ ഭയങ്കര അധ്വാനമാണ്. നമ്മൾ വേർത്തൊലിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നാമത് ഭയങ്കര ചൂട്. പക്ഷെ വേറൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ജോലികൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാൻ നമുക്ക് പറ്റുന്ന കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നിങ്ങനെ, പക്ഷെ എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള എത്ര ആളുകൾ ഇത് കാണുന്നുണ്ടാവും. അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾ എന്തോരം ഉണ്ടാകും. അപ്പം നമ്മളിങ്ങനെ ദേഷ്യപ്പെടൂലേ എപ്പോഴും, എന്തോരം ജോലിയാണ്, തീർത്തിട്ട് തീരണില്ല, നിങ്ങൾക്കൊക്കെ വെറുതെ ഇരുന്നാൽ മതി, എനിക്ക് എന്തോരം ജോലിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പുലമ്പി ദേഷ്യപ്പെട്ട് നടക്കുമ്പോൾ എന്നിട്ടാണ് ഈ ജോലികളും അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നത്. ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ മറിച്ചൊന്ന് ചിന്തിക്കണം, നമുക്ക് ഇത് ചെയ്യാൻ തക്ക ആരോഗ്യം തന്നതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് ആ ജോലികൾ ചെയ്ത് തീർക്കുക. ഇപ്പോൾ എഴുന്നേക്കാൻ വയ്യ, എന്തോരം ആളുകൾ വീൽ ചെയറിലായി പോകുന്നു. നമ്മളെപ്പോലെ ഓടി നടക്കുന്ന ആളുകളാണ്. ഒരു നിമിഷം കൊണ്ട് വീൽ ചെയറിലായി പോകുന്ന ആളുകളുണ്ട്, ബെഡിൽ കിടപ്പായി പോകുന്ന ആളുകളുണ്ട്. ആ ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. എന്നിട്ട് വേണം ദേഷ്യപ്പെടാനായിട്ട്. നമ്മൾ ജോലികൾ കൂടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ മക്കളില്ലാത്ത ആളുകൾ എന്തോരം വിഷമിക്കുന്നുണ്ടാകും. അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ അവരെന്തോരം വിഷമിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് മക്കളെ തന്ന്, വീട് തന്ന്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ തന്നിട്ടും നമ്മളതൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റുകളാണ് പറയണത്. ആ ഒരു ഡ്രസ്സുകൾ വാഷ് ചെയ്യുന്നതും ഒക്കെ നമുക്കൊരു സന്തോഷമാക്കി മാറ്റണം. കാരണം കുട്ടികളുള്ളതുകൊണ്ടല്ലേ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ സാധിച്ചത് എന്നൊക്കെയുള്ള ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പപ്പയുടെ ബനിയനുകളെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
ഇതുപോലെ എല്ലാ ബോക്സുകളിലും ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ഓർഗനൈസറുകൾ. ഇതൊക്കെ 10 വർഷത്തിന് മുമ്പേയുള്ള ഓർഗനൈസറുകളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞാൻ ഇന്ന് വരെയും അത് കറക്റ്റായിട്ട് ഒരു തെറ്റും കൂടാതെ കറക്റ്റായിട്ട് മടക്കി അതിനകത്ത് വെക്കുക, കറക്റ്റായിട്ട് എടുക്കുക, ഇങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ റയൻ, റിച്ചാർഡ്, പപ്പ ഇവർക്ക് 3 പേർക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമല്ല. ഇവർക്കത് മാനേജ് ചെയ്യാൻ അറിയില്ല, അതാണ് സത്യം. മാനേജ് ചെയ്യാൻ അറിയില്ല. അത് സൂക്ഷിച്ചെടുത്ത് ഓരോന്ന് കൈകാര്യം ചെയ്ത് കറക്റ്റായിട്ട് തിരിച്ചു വെക്കണത് ഞാനാണ്. എടുക്കുമ്പോഴെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ പോലും ഇവർക്കറിയില്ല. അപ്പോൾ എങ്കിലും ഞാൻ പപ്പക്ക് ഇപ്പോൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കും, അത് പിന്നെ കുളവുമ്പോൾ എല്ലായിടത്തും മാറ്റിയിട്ട് വേറെ രീതിയിൽ വെക്കും. പക്ഷേ എൻ്റെത് ഞാൻ വെച്ചെടുത്ത് തന്നെ ഇരിക്കും. എനിക്ക് കറക്റ്റായിട്ടത് മാനേജ് ചെയ്യാനറിയാം. ഞാനും റോജറുമാണ് ഇതത് മാനേജ് ചെയ്ത് പോകുന്നതാണ്. എനിക്കും റോജറിന് ഓർഗനൈസറുകൾ ഓക്കെയാണ്. പക്ഷേ ഇവിടെ മറ്റു 3 പേർക്കും ബോക്സുകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊട്ടും തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് നിൽക്കും, കാരണം അടിയിലടിയിലാണെങ്കിൽ നമ്മൾ കാണാതെ പോകും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഫയൽ സിസ്റ്റത്തിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് അണ്ടർ ഗാർമെൻറ്റ്സ്, ഇത് പപ്പടയാണ്. അപ്പോൾ അത് ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യണതെന്ന് കണ്ടറിയണം. അപ്പോൾ അതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിന് മുൻപ് രാവിലെ തന്നെ ബീഫിന് ഓർഡർ കൊടുത്തേച്ച് വന്നത് ഒത്തിരി ലേറ്റായിട്ടാണ്. അപ്പം നമ്മളിതിനകത്ത് സാധനങ്ങൾ തൂക്കുമ്പോഴേക്കും ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ആ തൂക്കം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി കിടക്കുകയാണ്. ഇനി വെക്കുന്ന സാധനത്തിൻ്റെ തൂക്കം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കണം. കാരണം ഇത് നേരിട്ട് അതിൻ്റെ മീതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തൂക്കം വരില്ല കേട്ടോ. എപ്പോഴും നമ്മളൊരു പ്ലേറ്റ്, ഒരു പരന്ന സാധനത്തിൽ ഇത് വെച്ചിട്ട് വേണം അതിൻ്റെ മീതിൽ വെക്കാൻ, അപ്പോഴാണ് കറക്റ്റ് തൂക്കം കാണിക്കുന്നത്. ഇപ്പോൾ അത് മാറ്റുമ്പോൾ പ്ലേറ്റിൻ്റെ തൂക്കം വന്നത് കണ്ട. പ്ലേറ്റ് വെച്ചാൽ ആ തൂക്കം അങ്ങോട്ട് പോയിട്ട് സാധാരണ ഒന്നുമില്ലാത്ത 0യിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തൂക്കി എടുക്കണത് കേട്ടോ. നല്ലതാണ് ഇങ്ങനെ ഒരു കിച്ചൺ സ്കെയിൽ വീട്ടിലുള്ളത്. നമുക്ക് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വല്ല തട്ടിപ്പിലാണോ തന്നതെന്നൊക്കെ അറിയാനായിട്ട് അത് വളരെ നല്ലതാണ്. ചിലവർ കള്ളത്തിലാശ വെച്ചിട്ട് എന്താണ് അതിനെ പറഞ്ഞാൽ അങ്ങനെ പറയൂലേ, അത് വെച്ചിട്ട് തൂക്കി തരൂലേ. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സംഭവമുള്ളതല്ല. അപ്പോൾ ഈ ഇറച്ചി കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റുള്ള ഇറച്ചിയാർന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു. കണ്ടപ്പോഴേക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഈ ദിവസത്തെ ഇറച്ചിയാണ് ആയതുകൊണ്ട് നല്ലതല്ലേ എന്നൊരു സംശയം തോന്നി. പക്ഷേ സൂപ്പർ ഇറച്ചിയായിരുന്നു. ഞാനിതിന് നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് റൂബിനെ കുളിപ്പിക്കാൻ പോയി. കാരണം പപ്പ കടയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇത്തിരി നാരങ്ങ വെള്ളം കൊടുത്ത് ഒന്ന് ചൂടത്ത് പോയിട്ട് തിരിച്ചു വന്നേലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ചാൽ അപ്പോൾ ഇത്തിരിയും കൂടി ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പ പോയേക്കണേണ്ട. ഞാനവിടെ തുണി വിരിക്കണ സമയത്ത് പപ്പ വന്നില്ലേ, എൻ്റെ അടുത്ത് നിന്ന് ബാഗ് മേടിക്കാൻ വേണ്ടി വന്നാണ്. പുറത്താണ് ബാഗ് ഇരിക്കണം. അപ്പോൾ അത് ബാഗ് എടുത്ത് ഞാൻ കൊടുത്ത് പപ്പ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാനായിട്ടുള്ള നേരമായി വരണേ ഉള്ളൂ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അധികം സാധനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഏതായാലും റൂബിനെ കുളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും പെരുന്നാളുമാണ്, റോജറും തന്നെയാണ്. റൂബി പേടിച്ചൊരു മൂലക്കിരുന്ന് മണത്തിരിക്കണേണ് കേട്ടോ. ഭയങ്കര പേടിയാണ്, കുളിക്കാൻ പേടിയാണ്, മടിയാണ്, ഭയങ്കര മടിയാണ്. പിന്നെ ഇപ്പോഴായിട്ട് അവൾ അധികം കുളിപ്പിക്കണില്ല. അപ്പോൾ ഞാൻ ബക്കറ്റിൽ ഇറക്കി നിർത്തി ഒന്ന് കുളിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്താലും അവൾക്ക് ഇറങ്ങൂല കേട്ടോ. നേരത്തേക്ക് ബക്കറ്റിലല്ലേ നിർത്തി കുളിപ്പിച്ചുകൊണ്ടിരുന്ന വെച്ചത്, ഇപ്പം അങ്ങനെ നിൽക്കണില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് മാറ്റി താഴെ തന്നെ നിർത്തിയിട്ട് കുളിപ്പിച്ച. ആൾ പേടിച്ച് പറക്കണേ. അങ്ങനെ റൂബിനെ ഒന്ന് വേഗം കുളിപ്പിച്ചെടുത്ത്, കാരണം റോജറും വരണേല്ലേ, അപ്പോൾ ഒന്ന് സുന്ദരിയായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് തോന്നണത് റൂബിനെ ഇപ്പം ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഒന്നാണ് കുളിപ്പിക്കുന്നത്. റൂബിക്ക് അങ്ങനെ സ്മെല്ലൊന്നും വരില്ല. ഈ കുളിപ്പിക്കലിൻ്റെ എണ്ണം കുറയും തോറും സ്കിന്നിൻ്റെ അസുഖം മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുളിപ്പിക്കൽ തീരെ കുറച്ച് കൊണ്ടുവരുന്നത്. കുളിപ്പിക്കും തോറും നമ്മൾ എത്രയോ പ്രാവശ്യം കൂടുതൽ കുളിപ്പിക്കുന്ന അത്രയും സ്കിന്നിന് ഇവർക്ക് കംപ്ലൈൻ്റ് ആകും, സ്കിൻ ഡിസീസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കുളിപ്പിക്കൽ. ഒന്നാമത് ഇവൾ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ള ആളാണ്. അതിപ്പോൾ ഒരുപാട് മാറി നിൽക്കുന്നുണ്ട് കുളിപ്പിക്കൽ ഇത്തിരി കുറച്ച് കഴിയുമ്പോഴത്തേക്കും. കാരണം ഇവരുടെ ഉള്ളിൽ, ആ മുടിയുടെ ഉള്ളിൽ ഇങ്ങനെ നനവ് നിൽക്കും. എന്തായാലും നനവ് പോകില്ലെന്നാണ് പറഞ്ഞത്. അത് സാവധാനമേ പോവുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ടാണ്
ഇവരുടെ സ്കിന്നിന് കുഴപ്പമുണ്ടാവണത്. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്ത് കൊടുക്കാനേ ഡോക്ടേഴ്സ് പറയുള്ളൂ, എപ്പോഴും ഇട്ട് കുളിപ്പിക്കല്ലേ എന്ന് പറയും. ബ്രഷ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. പണ്ടൊക്കെ എന്തോരം കുളിപ്പിക്കലായിരുന്നു ദൈവമേ റൂബിന്. അങ്ങനെ കുളിപ്പിച്ചാണ് ഇവൾക്ക് കൂടുതലും സ്കിൻ ഡിസീസ് വന്നതെന്ന് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ തോന്നുമ്പോഴൊക്കെ കൊണ്ട് കുളിപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ, പക്ഷെ അത് പൊട്ടത്തരമായിപ്പോയി. അങ്ങനെയാണ് ഇവൾക്ക് മാറാത്ത രീതിയിൽ സ്കിൻ ഡിസീസായത്. ഇപ്പം റോജറൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ മരുന്ന് കൊടുക്കാൻ ആളില്ല എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ കുളിപ്പിക്കൽ തീരെ അങ്ങോട്ട് കുറച്ച്. അതോട് കൂടിയിട്ട് ആളിപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ രോമം കൊഴിയണുണ്ട്, നല്ലതായിട്ട് കട്ട പോലെ രോമമുണ്ട്. അത് ഓരോ രോമം കൊഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, പുതിയ രോമം വരാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കൊഴിച്ചില്ല. പക്ഷേ ഇവൾക്ക് അങ്ങനെയല്ല, ഇവളുടേത് കൊഴിഞ്ഞ് അങ്ങോട്ട് തീർന്ന് സ്കിന്ന് മാത്രമാകും. അതാണ് ഇവളുടെ അസുഖം, സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളുടെ സ്കിന്ന് ഈ രോമം പോയാലും കുഴപ്പമില്ല, അത് അപ്പോൾ തന്നെ തിരിച്ച് വന്നോളും. പുതിയ രോമമായിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ശരീരമൊക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. അങ്ങനെ അവളൊന്ന് കുളിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ തലയിലാണ് ഒന്നും ചെയ്യരുത്. മേത്ത് ശരീരത്തിലൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം, തലയിലേക്ക് കഴുകാനും സോപ്പിടാനും ഒന്നും അവൾ സമ്മതിക്കില്ല, അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ മിക്ക ഡോഗുകളും നല്ല സുഖമായിട്ട് ഇന്ന് കുളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇവളെ പോലെ ഇങ്ങനെ പേടിച്ച് വിറക്കുന്നത് ഞാൻ കാണാറില്ല. ഓരോ യൂട്യൂബ് ചാനലുകളിലും ഡോഗ് കുളിക്കണതൊക്കെ നല്ല സുഖമായിട്ട് നിന്നിട്ടാണ് കുളിക്കണം. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒന്ന് ഉണക്കി. അപ്പോൾ ഹെയർ ഡ്രയർ ഉള്ളതുകൊണ്ട് ഒരിത്തിരി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കി. പക്ഷെ അവൾ നിന്ന് തരൂല, അവൾക്ക് എന്ത് കണ്ടാലും പേടിയാണല്ലോ, അതുപോലെ തന്നെ ഹെയർ ഡ്രയർ കണ്ടാലും പേടിയാണ്. അപ്പം ഞാൻ ഏകദേശം പതിയെ ഉണങ്ങിയതിന് ശേഷമാണ് ഇപ്പം ഇത് വാരുന്നത് കേട്ടോ. വാരിയിട്ട് വെറുതെ കട്ട പോലെ ആ ബ്രഷിൽ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ, അത്രയുണ്ട്. അപ്പോൾ പപ്പ ഈ സമയത്താണ് വന്നത് കേട്ടോ, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നത് ഈ സമയത്താണ്. അപ്പോൾ ആ ഒരു സ്റ്റിക്ക് കയ്യിൽ ഞാൻ പിടിച്ചിട്ടില്ലേ, അത് ആ ബ്രഷിന്മേലേക്ക് അമർത്തി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രസ് ചെയ്ത് കാണിച്ച് കഴിയുമ്പോൾ അത് ആ മുടിയെല്ലാം അവളുടെ രോമെല്ലാം ചാടി പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ മുട്ട, കുറച്ച് പച്ചക്കറികൾ, ചെറുനാരങ്ങ, ഒരു പപ്പായ, ഉള്ളി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടായി മേടിച്ചത്. പിന്നെ എനിക്ക് നട്ട്സ് വേണമായിരുന്നു. അപ്പോൾ നട്ട്സ്, ബ്രോക്കൺ നട്ട്സ്, പിന്നെ ഏലക്കായ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ഏലക്കായ, അത് കാണാനില്ല. അപ്പോൾ ഞാൻ വേറെ മേടിച്ചതാണ്. ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് അത് എവിടെന്നെങ്കിലും എനിക്ക് കിട്ടും. പിന്നെ ഒരു പേസ്റ്റ്, ഇതും പപ്പയും റോജറൊക്കെ മുകളിലെ കുളിമുറിയിലല്ലേ പോണത്, അപ്പോൾ രണ്ടുപേർക്ക് അവരുടെ ഓരോ കുളിമുറിയിലേക്ക് ഒരു കുഞ്ഞു പേസ്റ്റ് വേണമായിരുന്നു. അത് രണ്ടും മേടിച്ച്, പാല്, പഴം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ഇതെല്ലാം ഇനി ചെയ്യണം കേട്ടോ. ബീഫ് കുറേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം, 1/3 ഭാഗമേ ഞാനിപ്പോൾ എടുക്കുകയുള്ളൂ, ബാക്കി എടുത്ത് ഫ്രീസറിൽ വെക്കണം. ഈസ്റ്റാണിത്. ഈസ്റ്റ് എപ്പോഴും ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഈസ്റ്റ് തമ്മിൽ ഒട്ടിപ്പോകരുത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഒട്ടിപ്പിടിച്ച ഈസ്റ്റ് കളഞ്ഞേക്കണം. ഈ ഈസ്റ്റിന് 50 രൂപയാണ് കേട്ടോ. ഉണ്ടോ, ഇത്ര ഈസ്റ്റിന് 50 രൂപയാണ്. എൻ്റെ കയ്യിൽ ഈസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് വെക്കും. ഞാൻ പോയിട്ട് മേല് കഴുകി വന്നതാണ്. മമ്മി മേല് കഴുകിയ കാര്യം പറയണേ. റൂബി താഴത്ത് നോക്കണേ എന്താന്ന് വേണ്ട. അപ്പോൾ റൂബിനെ കുളിപ്പിച്ച് കഴിഞ്ഞാലേ, ഇത്തവണ കുളിപ്പിച്ചപ്പോൾ ഞാൻ ഒരുപാട് അഴുക്കായിപ്പോയി. അഴുക്കല്ല, രോമം മേത്തായി. കാരണം റൂബിക്ക് ഒരുപാട് രോമം കൊഴിച്ചിലാണ് ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ പുറത്തു കൊണ്ടിരുത്തിയിട്ട് വാരി ഒരു കുന്ന് രോമം കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം വീടിനകത്ത് തന്നെ ഫുള്ള് വീഴും. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിലും വീഴും, പക്ഷേ കുറേ അങ്ങോട്ട് പുറത്തേക്ക് കളയാലെന്ന് ചോദിച്ച് വാരിയൊക്കെ കളഞ്ഞു. അപ്പോൾ എനിക്ക് ഈ രോമം മേത്തുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ നമ്മളുടെ ഡ്രസ്സുമ്മേലേക്കില്ലേ കൈ കഴുകിയിട്ടൊക്കെ ഇങ്ങനെ തുടക്കുന്ന സമയത്തൊക്കെ പിന്നെ നോക്കുമ്പോൾ കയ്യിൽ നിറയെ രോമം ഇരിക്കും. കാരണം അവളെ കുളിപ്പിച്ചപ്പോൾ അവളെൻ്റെ മേത്ത് ചാടി കയറുകയും ഒക്കെ ചെയ്ത് ഒരുപാട് രോമമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം പോയിട്ട് ഉടുപ്പ് മാറി വന്നിട്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബീഫ് 3 കിലോ ഞാൻ റോജർ പറഞ്ഞോട് മേടിച്ച് വെച്ചതാണ്. ഇപ്പം ഇത്തിരി ഒന്നും എടുത്ത് കറിയാക്കും, നാളെ കാലത്ത് അവൻ എത്തുമല്ലോ. അപ്പോൾ അവന് എന്താ കഴിക്കണമെന്ന് എനിക്കറിയില്ല. അന്നത്തെ ഫിഷ് മോളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് 2 പീസ്. അവന് ഫിഷ് കൂടുതൽ താല്പര്യമുണ്ടെന്ന് പറയണ്ട, അവിടെ കിട്ടണില്ല അധികം എന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷ് ഇവിടെയും നല്ല ഒന്നും അങ്ങനെ കിട്ടണില്ല, ചാള മാത്രമേ ഉള്ളൂ. ഭയങ്കര വില മീനിന്. അപ്പോൾ ഉള്ളത് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് രാവിലെ അവൻ വരുമ്പോൾ ഫിഷ് മോളിയും വേറെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുട്ടും ഉണ്ടാക്കി വെക്കും. ബീഫ് കറി ഇപ്പോൾ വെക്കും. ബീഫ് കറി നാളത്തേക്കും കൂടിയിട്ട് രാവിലെ എടുത്തു കഴിഞ്ഞാൽ പുട്ടും ബീഫ് കറിയും വേണമെങ്കിൽ അവൻ അങ്ങനെ കഴിക്കട്ടെ, ഫിഷ് മോളിയും വെള്ളയപ്പം വേണമെങ്കിൽ അങ്ങനെ കഴിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ തീരുമാനിച്ച് വെച്ചേക്കണം. ഒരുപാട് പണിയുണ്ട്. ഇനി ആ ബീഫ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കുറച്ച് ഞാൻ ഫ്രീസറിൽ പച്ചത്തേന കയറ്റും, ബാക്കി വേവിക്കും. ഭൂമിക്ക് ഇന്ന് വയറുവേദനയാണ്, പപ്പ മരുന്ന് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അവൾക്ക് ബീഫ് മേടിച്ചേക്കണോണ്ട് ബീഫ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ വയറിന് കിടക്കണമെങ്കിൽ ബീഫ് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഇപ്പോൾ ഏതായാലും ബീഫ് മേടിച്ചില്ല, അപ്പോൾ അവൾക്ക് ഇത്തിരി കൊടുക്കണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ റോജർ വരണേലെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ വീണ്ടും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് വെക്കണം. പാല് മാത്രമേ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച്. അപ്പം ഇനി ജോലിയൊക്കെ കിടക്കട്ടെ. ഞാൻ ചവിട്ടികളൊക്കെ നമ്മുടെ ഡോർമാറ്റുകളെ അതെല്ലാം മാറ്റി വാഷ് ചെയ്യാനായിട്ട് അവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ട് വാഷ് ചെയ്തിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കുക്കിങ്ങിൻ്റെ ടൈം പോയപ്പോൾ തന്നെ ബീഫ് രാവിലെ ഓർഡർ ചെയ്തിട്ട് വന്നത് 11:30ക്കാണ് വന്നത്. ഇപ്പോൾ ടൈം നോക്കി 12:30 ആകും. ഇതാണ് ഇത്രയും സമയമായി. അപ്പം ഇനി ഞാൻ അതൊക്കെ കഴുകിയിട്ടിട്ടൊക്കെ വന്ന് പിന്നെ കുളിച്ച് പിന്നെ വരുമ്പോഴത്തേക്ക് 1 മണിയെങ്കിലും ആകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതവിടെ ഇരിക്കട്ടെ. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇപ്പം എന്തെങ്കിലും ഒന്ന് ആക്കി ഉച്ചക്ക് കഴിക്കും കേട്ടോ. ചെറുപയറുണ്ടല്ലോ, രാവിലത്തെ ചെറുപയറും പുട്ടുമായിരുന്നില്ലേ, ആ ചെറുപയറുണ്ട്. ചിലപ്പോൾ ഞാനൊരു മുട്ട പൊരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും അത് ഉച്ചക്ക് കഴിക്കും. പിന്നെ കറി ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് രാത്രി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും നാളെ രാവിലത്തേക്ക്. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഒരുപാട് പണിയായിരുന്നു. പപ്പയും രാവിലെ ഒരുപാട് പണിയായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലെ ആഴ്ചയിൽ ഒരു ദിവസമൊന്നും തുടച്ചാൽ പറ്റില്ല, ഡെയിലി തുടക്കണം. ഞാനാണ് തുടക്കുന്നതെങ്കിൽ ഞാൻ 2 പ്രാവശ്യം തുടക്കാറുണ്ട്. പപ്പ ഒറ്റത്തവണയാണ് തുടക്കണത്. ഞാൻ 2 പ്രാവശ്യം തുടക്കുകയും ചെയ്യും, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയും ചെയ്യും. ഇപ്പം പപ്പ ഈ തുടക്കൽ കാര്യങ്ങൾ മുറ്റോടി അതൊക്കെ പപ്പ ചെയ്യും. അത് നേരത്തെയും പപ്പ ചെയ്യും, ജോലിക്ക് പോണതിനും ഒക്കെ ചെയ്തിട്ടാണ് പോണത്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ മുകളിലും താഴത്ത് ഒരുപോലെ എല്ലാ ദിവസവും തുടച്ചിടും. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു പണിയാണ്. പിന്നെ റോജർ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കുളിമുറിയൊക്കെ ഒന്നുകൂടി എപ്പോഴും കഴുകിയൊക്കെ ചെയ്യുമെങ്കിൽ തന്നെ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് കൂടി പപ്പയൊന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ തിരക്കുകൾ. അപ്പോൾ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. വാഷിങ് 2 എണ്ണം വാഷ് ചെയ്ത് അതൊക്കെ വിരിച്ച് കിടന്നതൊക്കെ മടക്കി വെച്ച് അങ്ങനെ ഒരുപാട് പണികളല്ലേ. ഇനി എണ്ട് വാഷ് ചെയ്യാനായിട്ട് റോജറിൻ്റെ മുകളിൽ ചെന്നവിടെ കിടക്കളൊക്കെ വിരിച്ചിടണം. കുറേ പണികളുണ്ട്. അപ്പോൾ അത് കുക്കിംഗ് കഴിയട്ടെ. കുക്കിംഗ് കഴിഞ്ഞ് അത് വേഗം പോയിട്ട് ആ ചവിട്ടി ഒന്ന് കഴുകിയിടണം. അപ്പോഴേക്കും ഞാൻ വിയർക്കോട്ടെ. എങ്കിലും നമുക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം കുളിക്കാൻ പറ്റും അല്ലേ. ഡ്രസ്സും മാറ്റണ്ടേ ഒപ്പം. എങ്കിലും ഇനിയിപ്പോൾ അത് നോക്കി ഞാൻ ചെയ്യും. മേത്തൊന്നും തെറിക്കാതെയൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ജോലികളിലേക്ക് കിടക്കണം. നാളെ ബുധനാഴ്ച, ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ കേട്ടോ, ബുധനാഴ്ച. അപ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. നാളെ വ്യാഴാഴ്ച, മറ്റന്നാൾ വെള്ളിയാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമുക്ക് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞേക്കാം. ഇനി സാറ്റർഡേ ആണ് നമ്മളിനി കാണുന്നത്. ഓക്കെ. അപ്പോൾ ബീഫ് ഏതായാലും 1/3 ഭാഗമല്ല എടുത്തത്, ഏകദേശം ഒരു പകുതിയോളം ഞാനിപ്പോൾ എടുത്ത്, അതായത് 3 കിലോയല്ലേ മേടിച്ചത്. 3 കിലോയിൽ ഏകദേശം 1.5 കിലോയോളം ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി 1.5 കിലോ 2 ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം, പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ റൂബിക്കും ബീഫ് കൊടുക്കണമല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഏകദേശം പകുതിയോളം തന്നെ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് നിന്ന് ഓരോ കുഞ്ഞു പീസും കൂടി കട്ട് ചെയ്ത് 2 ബോക്സിലേക്കും അതിന് ശേഷം വെച്ച കേട്ടോ. അങ്ങനെ 2 പീസ് കൂടി അത് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ കൊണ്ടുപോയിട്ട് വെച്ചത്. അപ്പോൾ അത്രയും ഫ്രീസറിലേക്ക് മാറ്റി. അത് മീനുണ്ട് അതിനകത്ത്, പിന്നെ ചെമ്മീനുണ്ട്, ചിക്കനൊക്കെ തീർന്നിരിക്കുന്ന റൂബിട, അത് സാവധാനം ഇനി മേടിക്കണം. അപ്പോൾ ഫ്രീസർ നിറഞ്ഞു പോകും, ഫ്രീസറിൽ നിറയെ സാധനങ്ങളായിപ്പോൾ. അങ്ങനെ ഞാൻ ബീഫ് കറി റെഡിയാക്കാനായിട്ട്, അപ്പോൾ ഇന്നിപ്പോൾ ബീഫ് കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോജറിന് നാളത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ വെക്കണത്. ഏതായാലും ഇനി വീണ്ടും എടുത്ത് ഫ്രീസറിൽ വെച്ച് പിറ്റേ ദിവസം എടുത്ത് വീണ്ടും കട്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിൽ നല്ലത് ഇപ്പം തന്നെ അത് റെഡിയാക്കി വെക്കണമല്ലേ. അപ്പോൾ ആദ്യം റൂബിക്കുള്ളത് ചെറിയ കുക്കറിൽ അങ്ങോട്ട് ആക്കിയിട്ട് വെച്ചിട്ടാ.
അപ്പോൾ റൂബിക്ക് ഈ പറഞ്ഞ പോലെ വയറ് കാലത്ത് മുതലേ വയ്യാതെ നടക്കണേണ്. അതുകൊണ്ട് എങ്ങനെയെന്ന് എനിക്കറിയില്ല, കഴിയുമെങ്കിൽ വേവിച്ച് വെക്കണേണ്. ഈ ബീഫിൻ്റെയൊക്കെ സ്മെല്ല് കേൾക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് കൊതി വരുവേ. അപ്പോൾ ഏതായാലും വേവിച്ച് വെച്ചിട്ട് അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെ. അപ്പോൾ ഇന്നും ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കറി തന്നെയാണ് വെക്കണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങിട്ട കറി കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് വേണ്ട വേവിക്കാൻ വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ക്ലീൻ ചെയ്ത് അതും കൂടി ഒക്കെ എടുത്ത് വെക്കണം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ അടുത്ത് പറയേണ്ടി വരും, ദേ മുഖത്തിരിക്കണം, ഒന്ന് എടുത്ത് കളയാം. അല്ലെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു അസ്വസ്ഥതയല്ലേ അല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? മുഖത്തിരിക്കുന്ന ഒന്ന് എടുത്ത് കളയെന്ന് പറയേണ്ട ഒരു അവസ്ഥ. കാരണം നമുക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഫുഡ് പാർട്ടിക്കിളിലായിരിക്കുള്ളൂ നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ എത്ര അകന്ന ആൾക്കാരാണെന്നെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു ദേ മുഖത്തിരിക്കണം, ഒന്ന് കളയണേ എന്ന് നമ്മൾ പറഞ്ഞു പോകും അല്ലേ? അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനേ നമ്മൾ ഈ യൂറോപ്യൻ സ്റ്റൈൽ അവർ ഹോട്ടലിലൊക്കെ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയം അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണൂലേ യൂറോപ്യൻസ്. അപ്പോൾ അവർ ചെയ്യണ കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് ടിഷ്യൂ പേപ്പറുകൾ അവിടെ വെച്ചിട്ടുണ്ടാവില്ല, ആ ടിഷ്യൂ പേപ്പർ ഒരെണ്ണെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ടത് ഓരോ ഭക്ഷണം ഓരോ വായിലേക്ക് ഓരോ വായ വെച്ച് കഴിയുമ്പോഴും അവർ ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പതിയെ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലേക്കും ഒന്ന് തുടച്ച് വിടണം, കണ്ടിട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ടിഷ്യൂ പേപ്പറൊക്കെ അവിടെ വെക്കണത്. നമ്മൾ ആർക്കും അങ്ങനെ ചുണ്ടിലിരിക്കണം എന്ന് പറയാനുള്ളൊരു അവസരം കൊടുക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കണുണ്ട് എപ്പോഴും. ഞാനതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇങ്ങനെ ചുണ്ടിൽ ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പോലും കൈ കൊണ്ടെങ്കിലും വീട്ടിൽ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടച്ച് കളയോട്ടാ. കാരണം നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് കാണാൻ പറ്റില്ല, നമ്മൾ കണ്ണാടിയുടെ മുമ്പിലൊന്നും അല്ലല്ലോ ഇരുന്നിട്ട് കഴിക്കണത്. അപ്പോൾ അത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മുഖത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്കതൊന്ന് തുടച്ച് കളയാൻ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ പൊയ്ക്കോളുമല്ല. അപ്പോൾ നമ്മൾ ഏതൊരു ഇപ്പോൾ കല്യാണത്തിന് എവിടെ പോയാലും നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ടിഷ്യൂ പേപ്പർ കൂടിയിട്ട് ഓരോ പ്ലേറ്റിനെ കൂടിയിട്ട് അവർ തരാറുണ്ട്. അത് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന് ഇങ്ങനെ നമ്മൾ ചുണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോൾ ചിലപ്പോൾ ചുണ്ടിൻ്റെ പുറത്തേക്ക് ഇത്തിരി വെള്ളമൊക്കെ ആവില്ലേ, അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നില്ല. അപ്പോൾ നമുക്ക് ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അങ്ങോട്ട് തുടച്ച് കളയാം. പിന്നെ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ വൃത്തിയായിട്ട് ടിഷ്യൂ പേപ്പറിൽ തുടച്ച് ഫുഡ് പാർട്ടിക്കിൾസ് മുഴുവൻ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ടാപ്പിൻ്റെ അടി കൈ കൊണ്ടേ വെച്ച് കഴുകാൻ പാടുള്ളൂ. കാരണം നമ്മളെപ്പോലെ 100 ചില പരിപാടികളിൽ 1000 പേര് അങ്ങനെയൊക്കെ വന്ന് കൈ കഴുകുന്നൊരു സ്ഥലമാണിത്. ഓരോ ആളിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ വീണ് അതിൻ്റെ ആ ഒരു ഓവെല്ലാം അടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണാറില്ല, ഇതെന്താണ് ഈ കാണിച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് വെള്ളം പൊങ്ങി എല്ലാവരും തുപ്പിയിട്ടതും എല്ലാം കൂടി നമുക്ക് അറപ്പാകുന്ന രീതിയിൽ ആ വാഷ് ബേസിനുകൾ കുറേ ടാപ്പുകൾ വെച്ചേക്കണല്ലേ, അത് ഒക്കെ പൊങ്ങി വെള്ളം പോകാതെയൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അത് നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാർ. നമ്മൾ തന്നെ അത് ഓരോരുത്തർ ഈ ടിഷ്യൂ പേപ്പർ തരുന്നത് ഇങ്ങനെയുള്ള കുറേ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൈ നീറ്റാക്കിയിട്ട് മാത്രം പോയിട്ട് കഴുകുക, മനസ്സിലായ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് മാറും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ സംസാരിക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ പോയിട്ട് കഴുകിയിട്ടിട്ടാ. ആകെ 3 ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെയിലെത്തിട്ട്, കാരണം ഭയങ്കര വെയിലല്ലേ, വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വെയിൽ പോണതിന് മുൻപേ തന്നെ ഞാൻ കൊണ്ട് കഴുകിയൊക്കെ ഇട്ടതാണ്. പിന്നമ്മോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബീഫ് രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെനിക്ക് നല്ലൊരു അബദ്ധം പറ്റിയൊരു ദിവസമായിരുന്നു. റൂബിയുടെ ബീഫാണ് ആദ്യം വെന്തത്. അപ്പോൾ അത് അവൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അറിയാൻ അതിനകത്ത് നിന്ന് ഇത്തിരി ഒരു വെള്ളം മാത്രം കയ്യിലാക്കിയിട്ട് മണിപ്പിക്കണേ. പക്ഷേ ആൾ മാറിക്കളഞ്ഞ് കഴിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുടെ വയറ് ശരിയായിട്ടില്ല, അതാണ്. അപ്പം മരുന്ന് കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഇത്തവണ അങ്ങോട്ട് പെട്ടെന്ന് അത് കുറയണില്ല. അപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് എനിക്കറിയാം. ഞാൻ കൂടെ ഇത്തിരി നേരം അവളുടെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യണം. അപ്പോൾ അവൾ സ്വസ്ഥമായിട്ട് അവിടെ
ഞാൻ എങ്ങും പോണില്ല എന്നുള്ള ധൈര്യത്തിൽ അവളിങ്ങനെ സുഖമായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങും. ഞാൻ അവിടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ. നേരെ മറിച്ച് ഇങ്ങനെ ഓടി നടന്ന് കുക്കിംഗ് ചെയ്യൽ, ക്ലീനിങ് ചെയ്യൽ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആണെങ്കിൽ അവൾ എൻ്റെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അവൾക്ക് ഒന്ന് റെസ്റ്റ് കിട്ടണം, എന്നാലേ ആ വയറിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്കിങ്ങനെ ജോലികളും കിടക്കുന്നു. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ കറിയൊന്ന് വെച്ചിട്ട് പിന്നെ പാത്രം കഴുകലൊക്കെ അവിടെ കിടക്കട്ടെ, ഞാനങ്ങോട്ട് വരാം, എന്നിട്ട് അവളൊക്കെ കൂടി കുറച്ച് നേരം ഇരിക്കുക, എന്നാലേ അവളവിടെ റെസ്റ്റ് കിട്ടുള്ളൂ അവൾക്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ ദേ കറിയൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ ഈ മസാലപ്പൊടികൾ എടുത്തത് വീഡിയോ എടുത്തതാണ്, പക്ഷേ അത് ഓൺ ചെയ്തിട്ടുണ്ടാകുന്നില്ല കേട്ടോ. ഞാനിപ്പോഴായിട്ട് ചെയ്യണതേ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ബിരിയാണി മസാല മേടിച്ചതില്ലേ, ബിരിയാണി മസാല, മീറ്റ് മസാല, ഗരം മസാല, നമ്മൾ ഉണ്ടാക്കുന്ന ഗരം മസാല, മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ കറി വെക്കണം. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി മസാലയൊക്കെ ഇട്ട് വെക്കുമ്പോൾ, പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴറ്റിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കൂലേ, ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല, ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ കുറേ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇന്ന് കുക്കറിൽ ഇത് നമ്മുടെ ഈ ബീഫ്, കറിക്കുള്ള ബീഫ് വേവിച്ചില്ലേ, ആ ബീഫ് വേവിച്ചപ്പോൾ നല്ല പണിയാണ് കിട്ടിയത്. അങ്ങനെ കുറേ നേരം പോയി, കാരണം അത് ഞാൻ എന്തോ ഒരു ബോധക്കേടിൽ അതിനകത്തേക്ക് കുറേ വെള്ളം ഒഴിച്ച്. ഏറ്റവും അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കാരണം ബീഫിൽ തന്നെ ഒരുപാട് വെള്ളം വരും. പിന്നെ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, എന്തോ ഒരു ഓർമ്മക്കുറവ് പോലെ ഞാൻ അശ്രദ്ധമായിട്ട് ഒഴിച്ചതാണ്. അതങ്ങോട്ട് അതിനകത്ത് നിറഞ്ഞ്, ചെറിയ കുക്കറല്ലേ 3 ലിറ്ററിൻ്റെ, അത് നിറഞ്ഞങ്ങോട്ട് ഒഴുകിയിട്ട് നിറയായിപ്പോയി, ഒരുപാട് ഒഴുകി അതിനകത്ത് നിന്ന്. ആ സ്റ്റൗ ടോപ്പും നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ അങ്ങടൊക്കെ ഒഴുകി ആകെ നാശമായി. അത് 2 തവണ ഒഴുകി. അങ്ങനെ അതൊക്കെ തുടച്ച് ഞാൻ അവിടെ ചവിട്ടി വാഷ് ചെയ്യാനായിട്ട് പുറത്ത് നിന്നില്ല ആ സമയത്താണ്. അപ്പോൾ 2 പ്രാവശ്യം ഓടി വന്ന് അതൊക്കെ ഒരുപാട് പണിയായിപ്പോയി അങ്ങനെ. അപ്പോൾ ഇതുപോലെ കുറേ ജോലിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പെട്ടെന്ന് വിശക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്ത് അങ്ങനെ ഞാൻ ഈ കറി, അതായത് ബീഫ് കറി എടുക്കേണ്ട, അത് രാത്രിയെ സെറ്റായി വരുള്ളൂ എന്നൊക്കെ അറിയാമെങ്കിലും അതിൻ്റെ സ്മെല്ല് കേട്ടപ്പോഴേക്കും അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ അതൊക്കെ വാരി കോരി എടുത്ത് ഞാൻ ചൂടോടുകൂടി തന്നെ ഞാനും പപ്പയും കൂടിയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് റൂബിനെ ഒന്ന് റെസ്റ്റ് ചെയ്യിക്കാൻ കിടത്തിയത്. അപ്പോൾ റൂബി നല്ല സന്തോഷമായിട്ട്, ഞാനിവിടെ കിടന്നപ്പോൾ തന്നെ അവൾ വന്ന് ഫുഡ് കഴിച്ച് ആദ്യം ഒറ്റക്ക് തന്നെ എടുത്ത് കഴിച്ച്, അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി അങ്ങനെ കിടക്കണേണ് കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങി. ചൂടായതുകൊണ്ട് എൻ്റെ കൂടെ പായിലേക്ക് കയറി കിടക്കണില്ല, അങ്ങനെ തറയിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി കിടക്കണേ. അങ്ങനെ റൂബിയുടെ അസുഖമൊക്കെ മാറി, അവൾക്ക് റെസ്റ്റ് കിട്ടി അസുഖം മാറുമെന്ന് എനിക്കറിയാം. അങ്ങനെ അവളുടെ കൂടെ ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ കിടന്ന് ഇരുന്നുമൊക്കെ അങ്ങനെ അവൾക്ക് റെസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ജ്യൂസൊക്കെ അടിച്ച് വൈകുന്നേരം, ചായ ഇട്ടില്ല, അപ്പോൾ അതെല്ലാം കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുക്കറുകളൊക്കെ ഇങ്ങനെ, കുക്കറുകളൊക്കെ അല്ല, നമ്മൾ കറിക്കുള്ള അത് വെച്ചിട്ടുള്ള കുക്കർ ഒരുപാട് പണിയായിപ്പോയി. അത് കരിഞ്ഞ് അതിൽ പിടിച്ചിങ്ങനെ ഒഴുകി വരുന്നതൊക്കെ പിന്നെ ചൂടുകൊണ്ട് കരിഞ്ഞ് അതിൽ ഇരിക്കണതൊക്കെ കുതിർത്ത് സാധാരണ ബ്രഷും മറ്റേ മെറ്റൽ ബ്രിസിലുള്ള ബ്രഷും എല്ലാം ചേർത്ത് പല രീതിയിൽ കഴുകിയിട്ടാണ് എല്ലാം പോയി കിട്ടിയത് കേട്ടോ. ഞാനതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ജ്യൂസ് കഴിച്ച ഗ്ലാസ് ഏറ്റവും അവസാനം പപ്പ അത് 2 പേരുടെയും കൂടി അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതുമൊക്കെ കഴുകി വെച്ച്. അപ്പം ഞാൻ ഈ ഗ്യാപ്പ് ക്ലീനിങ് ബ്രഷ് മേടിച്ചെന്നല്ലേ, ഇതാണ് സാധനം, കത്തി പോലെ ഇരിക്കും, ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്, വലിയ ഒരു സ്ട്രോങ് അല്ലാത്തൊരു സാധനമാണ്. ഇത് നിങ്ങളോട് മേടിക്കാൻ ഞാൻ പറയൂല. ഇതിൻ്റെ 2 എണ്ണമുള്ള ഒരു സെറ്റ്, അത് 3 എണ്ണം നമ്മൾ 3 യൂണിറ്റ് എടുക്കണം, ഒറ്റ ഇതായിട്ട് കിട്ടൂല. 2 എണ്ണമുള്ള സെറ്റിന് 51 രൂപയാണ് വില വരണത്, 53 രൂപ 2 എണ്ണത്തിന്. അപ്പോൾ അത് ഒരെണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂല, അതിൻ്റെ 3 യൂണിറ്റ്, അങ്ങനെ 6 എണ്ണമാണ് നമ്മൾ എടുത്തേക്കണത്. 3 യൂണിറ്റ് എടുക്കുമ്പോൾ 6 എണ്ണം കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാ കുളിമുറിയിലൊക്കെ ഇട്ടൊക്കെ വെക്കാമല്ലോ ഓരോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്ലീനിങ്ങും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ശക്തി പിന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്ലീനിങ് ഉണ്ട്, ഇതുപോലെയുള്ള ഗ്യാപ്പുകൾ ക്ലീൻ ചെയ്യാനൊക്കെ ഇടപെടണം. അതൊക്കെ ഇനി സാവധാനം ചെയ്യാം, കാരണം നമുക്ക് ഒരുപാട് ജോലിയായിരുന്നു, ഒരുപാട് ജോലി. മുകളിൽ റോജറിൻ്റെ കിടപ്പ് മുറിയിലുള്ള വിരിക്കാനും അതിനുമൊക്കെ ഞാൻ മുകളിൽ പോയി ചൂടും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ മതിയാക്കിയെങ്കിലും നിങ്ങളൊന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്യാപ്പ് ക്ലീനിങ് ബ്രഷിൻ്റെ ഉപയോഗം. ഇതുപോലെ ബ്രഷുകൾ തടഞ്ഞ് ബ്രിസിൽസ് അകത്തേക്ക് കയറാത്ത രീതിയിലുള്ള ഗ്യാപ്പുകളിൽ ഇത് ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. എങ്കിലും ഇത് മേടിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ തോന്നില്ല, കാരണം ഇത് അത്ര ഒരു
ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമല്ല. സാധാരണ ബ്രിസിൽസാണ്. ഞാൻ വിചാരിച്ചത് മെറ്റൽ ബ്രിസിലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് സാധാരണ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ബ്രിസിൽസാണ്. നല്ല തിക്കായിട്ട് വെച്ചിട്ടുമുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. എങ്കിൽ തന്നെയും ഒരു ലൈറ്റ് വെയ്റ്റാണ്. നമുക്ക് കയ്യിലെടുക്കുമ്പോൾ അയ്യോ പാറ്റ പോലെ ഇരിക്കണമല്ലോ അങ്ങനെ തോന്നും. എങ്കിലും ക്ലീൻ ചെയ്യാതെ ഇതുപോലെ ഗ്യാപ്പുകളുള്ള ആളുകൾക്ക്, അത് ക്ലീൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ബ്രഷ് തീർച്ചയായിട്ടും മേടിക്കാം. നമ്മളുടെ ഉപയോഗം നടന്നോളും. പിന്നെ ഞാൻ അടുത്തൊരു പണി ചെയ്തത് തേങ്ങ ചിരണ്ടി വെച്ച്. അപ്പോൾ ഞാൻ ഈ പെസഹാപ്പം പാലം ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കാണിക്കുന്നില്ല ഇത്തവണ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളും തേങ്ങ ചിരണ്ടുമ്പോൾ ആദ്യം ചിരണ്ടുന്ന നല്ല വെള്ള മാത്രമുള്ള തേങ്ങ അപ്പം തന്നെ എടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി മാറ്റുക. അത് അപ്പം ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യാം. അപ്പോൾ അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടും. പിന്നെ ബാക്കിയുള്ള തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് കറുപ്പ് വീണിട്ടുണ്ടാകും. ചിരട്ടയുടെ എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ ആ ചിരട്ട ഭാഗം വീഴണ തേങ്ങ നമുക്ക് തേങ്ങാപ്പാലെടുക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അത് ഈ ശർക്കര പാനിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ പാലില്ലേ അതിലേക്ക് ചേർക്കുമ്പോൾ അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നല്ല ഭാഗം എടുത്തിട്ട് നല്ല വെള്ളത്തേങ്ങ എടുത്തിട്ട് മാറ്റി വെക്കുക, അത് അപ്പത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹോളി വീക്ക് തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് ശനിയാഴ്ച വീണ്ടും കാണാം. താങ്ക്